നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ വിചാരിച്ചാലും അധികം തന്ത്രശാലിയാണ് വിക്രം. അതെ, അല്ലെങ്കിൽ അന്ന് ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ മയക്കുമരുന്നാണെന്ന് പറഞ്ഞ പാക്കറ്റ് ഇപ്പൊ ഇങ്ങനെ ലാക്ടോസ് പൊടി ആവില്ലല്ലോ. ഞാനൊന്ന് മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. മോളെ വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. ഇറങ്ങി പൊക്കോ. ഇറങ്ങി പോവാൻ. അതോ ഞാൻ ചൂലെടുത്ത് അടിച്ചിറക്കണോ? വർഷേ വേണ്ട. ഇറങ്ങാൻ, ഇറങ്ങി പോവാൻ. പോട്ടെ മോളെ, എല്ലാം ക്ഷമിച്ചേക്കാം. മറന്നേക്കുക. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പോട്ടെ. ചേച്ചി, ശ്യാമൻ, ഭാഷ അവൾ എന്നോട് ഇറങ്ങിപ്പോവാൻ. എന്താ വന്ദന, എന്താ ഇങ്ങനെയൊക്കെ? ആദ്യായിട്ടാ അവൾ എന്നോട് വന്ദനയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. രണ്ട് ശരീരവും ഒരു മനസ്സുമല്ല നിങ്ങളുടേത്. അങ്ങനെയുള്ള വർഷയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ സഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി വിഷമിക്കണ്ട, സത്യം എന്നായാലും മറന്നേക്ക് പുറത്തു വരും. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി. നമ്മൾ വിചാരിച്ചാലും അധികം തന്ത്രശാലിയാണ് വിക്രം. അതെ, അല്ലെങ്കിൽ അന്ന് ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ മയക്കുമരുന്നാണെന്ന് പറഞ്ഞ പാക്കറ്റ് ഇപ്പൊ ഇങ്ങനെ ലാക്ടോസ് പൊടി ആവില്ലല്ലോ. പക്ഷെ അവൾ ഇപ്പോഴും അപകടത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ചേച്ചി, ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല.
അതെ, ഈ കാർ എടുത്തോണ്ട് പോയിരുന്നെങ്കിലേ എനിക്ക് ആ ഗേറ്റ് അങ്ങ് അടയ്ക്കാമായിരുന്നു. അല്ലെങ്കിലേ ഇതെടുത്ത് റോഡിലോട്ട് എറിയാൻ ഇവിടെ 100 കണക്കിന് ആളുകളുണ്ട്. അവരെ വിളിക്കണോ? ചേട്ടാ വണ്ടി എടുക്ക്. ആ വേഗം വേഗം വേഗം. ഏയ് സാരമില്ല മോളെ, തെറ്റ് തിരുത്താൻ എളുപ്പാ, പക്ഷേ തെറ്റിദ്ധാരണ തിരുത്താൻ വലിയ പ്രയാസം. ഏട്ടാ, വിട്ടേക്ക്, സാരമില്ല. തെറ്റിദ്ധാരണ തൊടുത്തുവിട്ട അമ്പ് പോലെയാ. സത്യം തിരിച്ചറിയുമ്പോഴേക്കും മനസ്സിന് മുറിവ് സമ്മാനിച്ച് അത് ഏറെ ദൂരം കടന്നുപോയിട്ടുണ്ടാവും. വന്ദനച്ചി പാവ. അനിയത്തിയോടുള്ള അമിതമായ സ്നേഹവും കരുതലും കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച വന്ദനച്ചിയുടെ മനസ്സ് മാറും. ഇല്ലെങ്കിൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കാം. ഒരു കൂടപ്പിറപ്പില്ലാത്ത എന്റെ കൂടപ്പിറപ്പ വന്ദനേച്ചി. ആ മനസ്സ് വർഷം ഒരിക്കലും നോവിച്ചു വിടരുതായിരുന്നു. സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഏട്ടാ, ഏട്ടൻ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? അത് ബന്ധങ്ങളുടെ വില അറിയാവുന്നതുകൊണ്ട്, ഞാനൊരു അനാഥനായതുകൊണ്ട്. ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ, സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു അനാഥനായി വളർന്നതുകൊണ്ട്. നിന്നെ നഷ്ടമാകുമെന്നുള്ള ഭയമാണ് എനിക്ക് എപ്പോഴും. എനിക്ക് നിന്നോട് ഒരു യാചനയേ ഉള്ളൂ. ഇനി എന്നെ ഒരു അനാഥനാക്കരുത്. അതെനിക്ക് സഹിക്കില്ല. വർഷ വിതരണം ചെയ്യുന്നത് മയക്കുമരുന്ന് പാക്കറ്റുകളാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി അടങ്ങുമെന്ന വാശിയിലാണ് വന്ദന. അവൾ ഏത് നിമിഷവും വർഷയ്ക്ക് പുറകിലുണ്ട്. വന്ദനെ അങ്ങനെ ജയിക്കാൻ വിടാൻ പാടില്ല. ഓടുന്ന പട്ടിക്ക് 1 മുഴം അല്ല 6 മുഴം മുന്നേ പോണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.